ഒടുവിൽ മകനെ അവസാനമായി കാണാൻ കുവൈറ്റിലെ ജയിലിൽ കഴിയുന്ന അമ്മയ്ക്ക് അവസരമൊരുങ്ങുകയാണ്. ഇടുക്കി സ്വദേശിനിയായ ജിനു കഴിഞ്ഞ 1.5 മാസമായി കുവൈറ്റിലെ ജയിലിൽ കഴിയുകയാണ്. അതിനിടെയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച ഇടുക്കി അണക്കരയിലുണ്ടായ വാഹനാപകടത്തിൽ ജിനുവിന്റെ മകൻ 18-കാരനായ ഷാനിറ്റ് മരിച്ചത്. കുവൈറ്റിൽ ജോലിക്ക് പോയി തടങ്കലിൽ കഴിയുന്ന അമ്മ ജിനുവിന് തിരികെ എത്താൻ കഴിയാഞ്ഞതിനാൽ ഷാനിറ്റിന്റെ സംസ്കാരം വൈകുകയായിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ ജിനുവിന് തിരികെ നാട്ടിലെത്താൻ വഴിയൊരുങ്ങിയത്. കുവൈറ്റ് പോലീസ് തടവിലാക്കിയ ജിനു ഇന്ന് ഉച്ചയോടെ നെടുമ്പാശ്ശേരിയിലെത്തും. കുവൈറ്റിലെ മലയാളി അസോസിയേഷനും യാക്കോബായ സഭാ നേതൃത്വവും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, എംപിമാരായ ഡീൻ കുര്യാക്കോസ്, ആന്റോ ആന്റണി തുടങ്ങിയവരും വിഷയത്തിൽ ഇടപെട്ടിരുന്നു. അതിനു പിന്നാലെയാണിപ്പോൾ ജിനു നാട്ടിലെത്തുന്നത്. തുടർന്ന് നാളെ ഉച്ചയ്ക്ക് 12-ന് ഷാനിറ്റിന്റെ മൃതദേഹം വീട്ടിലെത്തിക്കും. വൈകുന്നേരം 3 മണിയോടെ അണക്കര 7 മൈൽ ഒലിവുമല പള്ളിയിൽ സംസ്കരിക്കും. ഏജൻസി ചതിച്ചതോടെയാണ് ജിനുവിനെ കുവൈറ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ 1.5 മാസമായി ജിനു ജയിലിൽ കഴിയുകയായിരുന്നു. 17-ാം തീയതി അണക്കര ഭാഗത്തേക്ക് വരികയായിരുന്ന ഷാനിറ്റും സുഹൃത്തും സഞ്ചരിച്ചിരുന്ന ബൈക്ക് മറ്റൊരു വാഹനത്തിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഷാനിറ്റ് മരിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ 2.5 മാസം മുൻപാണ് ജിനു കുവൈറ്റിലെ ഒരു വീട്ടിൽ കുട്ടിയെ നോക്കാനുള്ള ജോലിക്ക് പോയത്. എന്നാൽ ജോലിഭാരവും ആരോഗ്യ പ്രശ്നങ്ങളും മൂലം അവിടെ തുടരാൻ പറ്റാത്ത സ്ഥിതിയായി. വാഗ്ദാനം ചെയ്ത ശമ്പളവും ജിനുവിന് കിട്ടിയില്ല. ഏജൻസിയെ അറിയിച്ചപ്പോൾ ജീവനക്കാരെത്തി ജിനുവിനെ മറ്റൊരു സ്ഥലത്ത് തടവിലാക്കി. കുവൈറ്റ് മലയാളി അസോസിയേഷൻ ഭാരവാഹികളുടെ സഹായത്തോടെ ഏജൻസിയുടെ തടങ്കലിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്ത്യൻ എംബസിയിലെത്തി. കോടതി നടപടികൾക്ക് ശേഷം ജിനു ഇതുവരെ തടങ്കലിലായിരുന്നു.